വലിയ ഭീകരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ഉണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുൻ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF എന്ന ഭീകര സംഘടനയാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഭീകര സംഘടന 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ്. അവർ ഈ ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു ഓഫ് ഷൂട്ട് സംഘടന കൂടിയാണ് എന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണ്. TRF നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് നമുക്ക് ഈ ഭീകരാക്രമണത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. ഈ ഭീകരാക്രമണം എങ്ങനെയാണ് ഉണ്ടായത്, ഇതിന്റെ രീതി എന്തായിരുന്നു, എന്താണ് വിശദാംശങ്ങൾ, പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ? ബൈസ്രൻ വാലി എന്ന് പറയുന്ന മേഖല അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, ഒരു മൊട്ടക്കുന്നാണ്. അതിന് ചുറ്റും വനമേഖലയാണുള്ളത്. ആ വനമേഖലയ്ക്കുള്ളിലൂടെ എത്തിയ 2 or 3 ഭീകരർ, ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് 3 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ സൈനിക യൂണിഫോമിലായിരുന്നു എന്നുള്ളതടക്കം ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിച്ച വിവരം വന്നിട്ടില്ല. ഇവർ ആളുകളെ തിരഞ്ഞു പിടിച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് പുരുഷന്മാരാണ്. ഇതിൽ പലരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഈ ആക്രമണത്തിന് ശേഷം ഇവർ ആ വനപ്രദേശത്തിനകത്തേക്ക് തന്നെയാണ് ഓടി രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഇവരെ കണ്ടെത്താൻ വേണ്ടി, ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ്, പ്രത്യാക്രമണ നടപടികളിലേക്കാണ് സൈന്യം കടന്നെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കടന്നുപോയിരിക്കുന്നത്. പ്രധാനമായിട്ടും ജമ്മു കാശ്മീർ പോലീസിനൊപ്പം കരസേനയുടെ പാരാമിലിറ്ററി വിഭാഗം അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർ വലിയ തോതിലുള്ള തിരച്ചിൽ ദൗത്യം തന്നെയാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഒരുപാട്, ഏകദേശം 3.5 കിലോമീറ്റർ ദൂരം കാൽനടയായോ അതല്ലെങ്കിൽ കുതിരപ്പുറത്തോ മാത്രം കയറി സഞ്ചരിച്ച് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ബൈസ്രൻ വാലി അഥവാ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായിട്ടുള്ള, വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യം തന്നെയായിരുന്നു. അത് ആദ്യം ഒരു ഹെലികോപ്റ്റർ എത്തി കൂടുതൽ പരിക്കേറ്റവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. ഒപ്പം തന്നെ കുതിരകളിൽ കയറ്റി അവിടെ ഉണ്ടായിരുന്ന ഗൈഡുകൾ, മറ്റ് പ്രദേശവാസികൾ ആളുകളെ, പരിക്കേറ്റവരെ ആ കയറിയ വഴിയിൽ കൂടെ തന്നെ താഴേക്ക് ഇറക്കുകയായിരുന്നു. നിലവിൽ ഇവരെ എല്ലാവരെയും, പരിക്കേറ്റ ആളുകളെ 13 പേരെയും അനന്ത്നാഗിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ട എല്ലാ ചികിത്സാ സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുന്നു. ജമ്മു കാശ്മീർ ചീഫ് സെക്രട്ടറി പെഹൽഗാമിലുണ്ട്. ആദ്യം അമിത്ഷാ എത്തി അവിടെയുള്ള ആശുപത്രിയിലുള്ള ഈ പരിക്കേറ്റവരെ കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഒരു യോഗം ചേരും. ആ യോഗം ചേരുന്നത് അവിടെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിലായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. പിന്നീട് മുന്നോട്ടുള്ള നടപടികൾ തീരുമാനിക്കാൻ, അവിടെയുള്ള സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും എന്തായാലും ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലുള്ളത്, ആഭ്യന്തര മന്ത്രിക്ക് മുന്നിലുള്ളത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം എന്തായാലും തീരുമാനിക്കുക. TRF എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ, പ്രത്യേകിച്ചും കാശ്മീരിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ളൊരു സംഘടനയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഗന്ദേർബാലിൽ ഈ ശ്രീനഗറിനെ ലേ ലഡാക്കുമായി കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ഒരു ടണൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിർമ്മാണത്തിനിടയിൽ അവിടെ എത്തി 7 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഒരു ഡോക്ടറെയും 6 തൊഴിലാളികളെയും വെടിവെച്ച് കൊലപ്പെടുത്തി. അതിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു സംഘടനയാണ് TRF. ഒപ്പം തന്നെ ഈ ലഷ്കർ-ഇ-തോയ്ബയുടെ ഓഫ് ഷൂട്ട് എന്നവർ സ്വയം അവകാശപ്പെടുന്നുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെയായി വലിയ രീതിയിൽ സുരക്ഷാ സേനയ്ക്കെതിരെ നിരന്തരം ആക്രമണം നടത്തിയിരുന്നു. അതിനെല്ലാം തന്നെ സുരക്ഷാ സേന പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ, അതും പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ രീതിയിൽ ബൂം ഉണ്ടാകുമ്പോൾ, വലിയ രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് അവിടെ ഒരു അശാന്തി ഉണ്ടാക്കുക, ടൂറിസം എക്കോണമിയെ കൂടി ലക്ഷ്യമിടുക എന്നൊരു ലക്ഷ്യം സ്വാഭാവികമായും ഉണ്ടായിരുന്നിരിക്കണം.